ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ലെന്ന് ചോദിച്ച് ഒരുപാട് ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 2 എപ്പിസോഡ് 1 എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വീഡിയോ ചെയ്യാനുള്ള സിറ്റുവേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അത് ഞാൻ ഓൾറെഡി ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റിനെ അതോടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലാത്തൊരു ചാനൽ കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ആക്ച്വലി എനിക്ക് ഇത്രയും നീളമുള്ള വീഡിയോസ് ചെയ്യാൻ പറ്റാഞ്ഞത്. അതായത് ഒരു 10 മിനിറ്റും 15 മിനിറ്റും ഒക്കെ അടങ്ങുന്ന വലിയ എക്സ്പ്ലനേഷൻ വീഡിയോസ് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ എൻ്റെ വീട്ടിലില്ലായിരുന്നു. അതുപോലെ തന്നെ ഞാനിപ്പം ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് തന്നെ എൻ്റെ വർക്കിനിടയ്ക്കുള്ള കുറച്ച് സമയങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒരു പ്രോപ്പറായിട്ടുള്ള എക്സ്പ്ലനേഷൻ തരുവാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ബട്ട് മാക്സിമം അതായത് നമ്മുടെ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിലും അതുപോലെ തന്നെ എപ്പിസോഡിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും അതുപോലെ തന്നെ ക്ലൈമാക്സിലെ ആ ഒരു പ്രധാനപ്പെട്ട സീനുണ്ടല്ലോ, എ സൺ ഫോർ എ സൺ എന്ന് പറയുന്ന ഒരു സംഭവം, അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആയിരിക്കും ഒരു വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അധികം പറഞ്ഞു ഉറപ്പിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കയറാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നോക്കാനുള്ളത് ആ ഒരു ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് ആണ്. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോർട്ട് വീഡിയോ കണ്ടിട്ട് അതായത് ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ഇൻട്രോ തീമിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു ഓപ്പണിംഗ് ക്രെഡിറ്റ്സിനെ പറ്റി മനസ്സിലാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ അത് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ഓപ്പണിംഗ് ക്രെഡിറ്റ്സിനെ പറ്റി കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് മീനിങ്സ് ഉള്ള സംഭവമാണ്. ഫസ്റ്റ് സീസണിൽ ഇതുപോലെ വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ക്രെഡിറ്റ് ആണ് കാണുവാൻ സാധിച്ചിരുന്നത്. അതായത് ആ ഒരു എൻറ്റയർ ടർഗീറിയൻ ഫാമിലി ട്രീയെ തന്നെ നമുക്ക് ആ ഒരു ഒന്നാമത്തെ സീസണിൻ്റെ ഇൻട്രോ തീമിലൂടെ കാണുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു സെക്കൻഡ് സീസണിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിക്കൊണ്ട് എൻറ്റയർ ടർഗീറിയൻ ഹിസ്റ്ററിയെ തന്നെ നമുക്ക് വളരെ ഗംഭീരമായിട്ട് ഈ ഒരു ഓപ്പണിംഗ് ക്രെഡിറ്റ്സിനകത്തൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് ടർഗീറിയൻ ഹിസ്റ്ററിയെ ഒരു 1.5 മിനിറ്റ് അടുത്ത് വരുന്നൊരു ഓപ്പണിംഗ് ക്രെഡിറ്റ്സിലൂടെ കാണിക്കുവാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഓൾറെഡി ഈ ഒരു ഹിസ്റ്ററിയെ പറ്റിയൊക്കെ കുറച്ച് ഐഡിയ ഉള്ള ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ പെട്ടെന്ന് കലങ്ങും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊരു മാസ്റ്റർഫുൾ ആയിട്ടുള്ള ഐറ്റമായിട്ട് തോന്നും. കാരണം എന്നെ സംബന്ധിച്ച് ഇത് കണ്ടപ്പോഴത്തേനും ആദ്യത്തെ സീസണിലെ ഇൻട്രോ ആയി കഴിഞ്ഞും ഇത് ഗംഭീരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ പോരാത്തിന് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ എൻ്റെ മോനെ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നേരെ ആ ഒരു ഇൻട്രോ തീമിൻ്റെ മീനിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഒരു ഇൻട്രോയ്ക്കകത്ത് കാണുവാൻ സാധിക്കുന്നത് പ്രോസ്പെറസ് ആയിട്ടുള്ള വലേരിയൻ ഫ്രീ ഹോൾഡാണ്. വലേരിയൻ ഫ്രീ ഹോൾഡിനെ പറ്റി ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലേരിയൻ ഫ്രീ ഹോൾഡ് എന്താണ്, അതെങ്ങനെയാണ് ഉണ്ടായത്, അതെങ്ങനെയാണ് ഇല്ലാണ്ടായെന്നൊക്കെയുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ ചെക്കൗട്ട് ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പം എന്തൊക്കെയാണെങ്കിലും വളരെ പ്രോസ്പെറസ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു കിങ്ഡം ആയിരുന്നു ഈ ഒരു വലേരിയൻ ഫ്രീ ഹോൾഡ് എന്ന് പറയുന്നത്. ഈ ഒരു വലേരിയൻ ഫ്രീ ഹോൾഡിൽ തന്നെ ഒരുപാട് ഹൗസസ് ഉണ്ടായിരുന്നു. ഈ ഹൗസസിനകത്തുണ്ടായിരുന്ന മേജർ ആൾക്കാരെല്ലാം ഡ്രാഗൺ റൈഡേഴ്സ് ആയിരുന്നു. അപ്പോൾ നമ്മുടെ ടർഗീറിയൻസ് മാത്രമായിരുന്നില്ല, ടർഗീറിയൻസും വെലാരിയൻസും ഒക്കെ കൂടാണ്ട് വേറെ ഒരുപാട് ഹൗസസ് ഡ്രാഗൺസിനെ റൈഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയായിരുന്നു നമ്മുടെ ടർഗീറിയൻസ്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ആദ്യം നമുക്ക് വലേരിയൻ ഫ്രീ ഹോൾഡിനെ പ്രോസ്പെറസ് ആയിട്ട് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഈ ഒരു വലേരിയൻ ഫ്രീ ഹോൾഡ് ഇല്ലാണ്ടാവുന്ന ഡൂം ഓഫ് വലേരിയ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒരു വോൾക്കാനിക് ഇറപ്ഷനിലൂടെ ഈ ഒരു വലേരിയൻ ഫ്രീ ഹോൾഡ് ഇല്ലാണ്ടാവുന്നതും അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ഹൗസസ് രക്ഷപ്പെട്ട് പോകുവാൻ ശ്രമിക്കുന്നതും ആൾക്കാർ മരിച്ചു വീഴുന്നതും ഡ്രാഗൺസ് മരിച്ചു വീഴുന്നതും ഒക്കെ നമുക്ക് ആ ഒരു ഷോട്ടിനകത്തൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു വലേരിയൻ ഫ്രീ ഹോൾഡ് ഇല്ലാണ്ടായ സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് വന്ന പ്രധാനപ്പെട്ട ഹൗസസിൽ ഒന്നാണ് നമ്മുടെ ഹൗസ് ടർഗീറിയൻ എന്ന് പറയുന്നത്. ഈ ഒരു ഡൂം ഓഫ് വലേരിയ അവർ ഓൾറെഡി കണ്ട് അല്ലെങ്കിൽ മനസ്സിൽ കണ്ടിട്ട് അവർ നേരത്തെ തന്നെ അവിടുന്ന് രക്ഷപ്പെട്ട് പോകുന്നിരുന്നു. ആൻഡ് അവർ ഡ്രാഗൺ സ്റ്റോണിലേക്ക് വന്നു ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഏഗോൺ ടർഗീറിയൻ അദ്ദേഹത്തിൻ്റെ സിസ്റ്റേഴ്സും കൂടെ വെസ്ട്രോസ് കോൺകർ ചെയ്യാൻ വേണ്ടി പോയി. ആ ഒരു ഷോട്ട് നമുക്ക് നെക്സ്റ്റ് ഈ ഒരു ഇൻട്രോയ്ക്കകത്തൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഏഗോൺ ടർഗീറിയനും അദ്ദേഹത്തിൻ്റെ 2 സിസ്റ്റേഴ്സും കൂടെ വെസ്ട്രോസ് കോൺകർ ചെയ്യാൻ തങ്ങളുടെ ഡ്രാഗൺസിൻ്റെ പുറത്ത് കയറിയിരുന്ന് പോകുന്ന ഒരു ഷോട്ട് നമുക്ക് ഇതിനകത്ത് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ഇവർ ആ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുവന്നു. അതായത് പല രാജ്യങ്ങളും മുട്ടുമടക്കുവാൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വലിയ യുദ്ധത്തിനായിട്ട് പോകുന്നതൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കും. ആൻഡ് നമുക്ക് ഹാരൻഹാളിൻ്റെ ലോഡ് മരിച്ച് കിടക്കുന്നതും അതുപോലെ തന്നെ ക്രീഗൻ സ്റ്റാർക്ക് അടക്കമുള്ള പല പ്രധാനപ്പെട്ട കണ്ണികൾ നമ്മുടെ ഈ ഒരു ടർഗീറിയൻസിന് മുന്നിൽ മുട്ടുകുത്തുന്നതും ഒക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കോൺക്വസ്റ്റിനെ പറ്റിയുള്ള കംപ്ലീറ്റ് ഐഡിയ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 2-3 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതും ചെക്കൗട്ട് ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആൻഡ് ദെൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കിങ്സ് ലാൻഡിംഗ് ആണ്. അങ്ങനെയാണ് കിങ്സ് ലാൻഡിംഗ് ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ഏഗോൺ ടർഗീറിയൻ വന്നിട്ടാണ് ഈ ഒരു കിങ്സ് ലാൻഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ കിങ്സ് ലാൻഡിംഗ് ഉണ്ടാക്കി പിന്നീട് അവിടെ അദ്ദേഹം ഭരിച്ചു പോവുകയാണ്. ഡ്രാഗൺ സ്റ്റോണിലേക്ക് അദ്ദേഹം പോകുന്നില്ല. അദ്ദേഹം ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിലാണ് പിന്നീട് ഈ ഒരു വെസ്ട്രോസിൻ്റെ ഭരണവും കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ കിങ്സ് ലാൻഡിംഗ് ഉണ്ടായി. അത് കഴിഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മേഗോർ ടർഗീറിനെയാണ്. അപ്പം മേഗോർ ടർഗീറിയൻ എന്ന് പറയുന്ന ഈ ഒരു ക്യാരക്ടറിനെ പറ്റി നമുക്ക് ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാന ഭാഗത്ത് വെച്ചും കേൾക്കുവാൻ സാധിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ബ്ലഡ് ആൻഡ് ചീസ് സംസാരിക്കുന്നതിനിടയ്ക്ക് ഡേമോൺ ടർഗീറിയനായിട്ട് ബ്ലഡ് ആൻഡ് ചീസ് സംസാരിക്കുന്നതിനിടയ്ക്ക് മേഗോർസ് ടണൽ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ മേഗോർസ് ടണൽ? അവർ ആ ഒരു പാസേജിനകത്തൂടെ ആ ഒരു സീക്രട്ട് വേയിലൂടെയാണ് പോകുന്നത്. ആ ഒരു സീക്രട്ട് പാസേജിലൂടെ ചെന്നിട്ടാണ് ആ ഒരു കുട്ടി അവർ കൊന്നു കളയുന്നത്. അപ്പോൾ ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിനടിയിൽ ഒരുപാട്
പാസേജസ് ഉണ്ട്, അതായത് സീക്രട്ട് ആയിട്ടുള്ള പാസേജസ് ഉണ്ട്. ഇതെല്ലാം ആൾക്കാർക്കും അറിയത്തില്ല. ഈ ഒരു സ്മാൾ ഫോക്സിനിടയിൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഒരു പാസേജാണത്. അപ്പോൾ ഈ ഒരു പാസേജിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറിയുണ്ട്. നമ്മുടെ മേഗോർ ടർഗറിൻ്റെ പിന്നിൽ ഒരു സ്റ്റോറിയുണ്ട്. മേഗോർ ടർഗറിൻ അയൺ ത്രോണിൽ മരിച്ചു കിടക്കുന്ന ഒരു ഷോട്ടാണ് ആക്ച്വലി നമ്മൾ ഈ ഒരു ഇൻട്രോയ്ക്കകത്തൂടെ കാണുന്നത്. അപ്പോൾ അതിലേക്ക് എത്തി നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. മേഗോറിനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കയറി ചെക്കൗട്ട് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമ്മുടെ മേഗോർ ടർഗറിൻ രാജാവായിട്ടിരിക്കുന്ന സമയത്താണ് കിങ്സ് ലാൻഡിങ്ങിന് അടിയിലൂടെ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കൊട്ടാരത്തിനടിയിലൂടെ ഇവർ മെയിൻ ആയിട്ടുള്ള സീക്രട്ട് പാസേജസ് ഒക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സീക്രട്ട് പാസേജസിനകത്തൂടെ ഇവർക്ക് പെട്ടെന്ന് രക്ഷപ്പെട്ട് പോകുവാനും അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടത്തുക എന്നൊക്കെ ഉള്ളതായിരുന്നു നമ്മുടെ മേഗോർ ടർഗറിൻ്റെ ഒക്കെ പ്ലാൻ. അപ്പോൾ ഇതിന് ഇദ്ദേഹം ഒരുപാട് ആൾക്കാരെ വിളിച്ചാണ് ഇതിൻ്റെ ഒരു പണി നടത്തിയത്. ആൻഡ് ഫൈനലി ഈ ഒരു സംഭവം ഇവരുണ്ടാക്കി, അതായത് ഈ ഒരു സീക്രട്ട് പാസേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി പല പ്രധാനപ്പെട്ട രാജാക്കന്മാരുടെയൊക്കെ റൂമിലേക്ക് അല്ലെങ്കിൽ ടർഗറിയൻസിൻ്റെയൊക്കെ റൂമിലേക്ക് പെട്ടെന്ന് കയറി ചെല്ലുവാൻ പറ്റുന്നൊരു സീക്രട്ട് പാസേജും കൂടിയാണിത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ആ ഒരു കുട്ടി മരിക്കുന്നത്. നമുക്കതൊക്കെ കാണുവാൻ സാധിക്കും. അപ്പം ആ ഒരു സംഭവം ഉണ്ടാക്കിയതിന് ശേഷം ഇങ്ങനത്തെ ഒരു കുഴപ്പം ഉണ്ടാവരുത്. അതായത് നമ്മൾ ഈ ഒരു സീസണിൻ്റെ അവസാനം കണ്ട ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇവർ കയറി വന്ന ആ ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങനെ ഒന്നും ഉണ്ടാവരുതെന്ന് കരുതിയിട്ട് നമ്മുടെ മേഗോർ ടർഗറിൻ ഒരു പരിപാടി ചെയ്യും. ഈ ഒരു സംഭവം മൊത്തത്തിൽ പണിഞ്ഞ ആൾക്കാരെ പുള്ളിക്കാരൻ ഒരു വിരുന്നിനെങ്ങ് വിളിക്കും. എന്നിട്ട് എല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ടല്ലോ അവിടെ ഇരുത്തി അങ്ങ് കൊന്നുകളയും. അപ്പോൾ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പാസേജിനെ പറ്റി ആർക്കും തന്നെ ഐഡിയ ഉണ്ടാവത്തില്ല. അവിടെയുള്ള റോയൽ ഫാമിലിയിലും ബാക്കിയുള്ള കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പം ആ ഒരു സംഭവം വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാവരെയും കൊന്നുകളയും. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ഒരുപാട് പേര് ക്രൂരനായിട്ട് ചിത്രീകരിക്കുകയല്ല, ആക്ച്വലി അങ്ങനെ ഒരു ക്രൂരനായിട്ടുള്ള രാജാവ് തന്നെയാണ്. ഒരുപാട് ആൾക്കാർക്ക് മേഗോർ ടർഗറിന് ഇഷ്ടമല്ല. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും അദ്ദേഹം അങ്ങനെ ഒരു പരിപാടി ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കളുണ്ടാവും. ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിനകത്ത് തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹാൻഡ്സിന് പോലും സംടൈംസ് അദ്ദേഹത്തിന് ഇഷ്ടമല്ല. അപ്പം ആ ഒരു കാരണം കൊണ്ട് തന്നെ ഇദ്ദേഹത്തിനെ ആരാണ് കൊന്നു കളഞ്ഞത് ഇന്നും ഒരു പിടിയില്ല. അദ്ദേഹം അയൺ ത്രോണിൽ ഇരുന്ന് ആരുടെയോ കത്തി കൊണ്ട് ചാവുകയാണ് ചെയ്തിട്ടുള്ളത്. അത് ആരാണെന്ന് ഇതുവരെ ക്ലിയർ ആയിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ഒരു കോൺസ്പിറസി ഉണ്ട്. നമ്മുടെ ഈ ഒരു അയൺ ത്രോണിൽ ഇരിക്കാൻ യോഗ്യതയില്ലാത്തവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഈ ഒരു അയൺ ത്രോൺ കൊണ്ട് തന്നെ മരിക്കേണ്ടി വരുമെന്ന് പറയുന്നുണ്ട്. അപ്പം ചില ആളുകൾ പറയുന്നത് നമ്മുടെ മേഗോർ ടർഗറിൻ ഈ ഒരു അയൺ ത്രോണിൽ ഇരുന്ന് അതിലെ കത്തി കൊണ്ടാണ് മരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. മറ്റ് ചില ആളുകൾ പറയുന്നത് അദ്ദേഹത്തിനെ വേറെ ആരോ കൊന്നു കളഞ്ഞെന്നാണ്. നമ്മുടെ വിസേറിസ് ടർഗറിന് പോലും ഈ ഒരു അയൺ ത്രോണിൽ ഇരിക്കുമ്പോഴത്തേനും കട്ട്സ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അത് മൂലമാണ് അദ്ദേഹത്തിന് ഈ ഒരു രോഗമൊക്കെ വന്നതെന്നും പല ആളുകളും പറയുന്നുണ്ട്. അപ്പോൾ അതിലിരിക്കാൻ യോഗ്യതയുള്ളവരിരുന്നാലേ ആ ഒരു സംഭവത്തിനെ മുൻപോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ 7 കിങ്ഡംസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളൊരു റൂമറുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിൽ ഈ ഒരു കാരണം വെച്ചിട്ടാണ് നമ്മുടെ മേഗോർ ടർഗറിൻ മരിച്ചു പോകുന്നത്. അപ്പോൾ മേഗോറിൻ്റെ മരണവും നമുക്ക് ആ ഒരു ഓപ്പണിംഗ് ക്രെഡിറ്റ്സിനകത്തൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ജെഹേറിസ് ടർഗറിനെയാണ്. ജെഹേറിസ് ടർഗറിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ഭരിച്ചു പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഈ ഒരു വെസ്റ്റ്രോസിലെ തന്നെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗോൾഡൻ ഏജ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു സമയം വെസ്റ്റ്രോസിൽ പിന്നെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. പിന്നെ യുദ്ധങ്ങൾ, ഇടി, ഒരു രാജാവിന് വേണ്ടിയുള്ള പോരാട്ടം, അങ്ങനെ മൊത്തത്തിൽ കുഴപ്പം പിടിച്ചൊരു സമയമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. പക്ഷേ ജെഹേറിസ് ടർഗറിനാണ് ആക്ച്വലി ഈ ഒരു ടർഗേറിയൻ ഹൗസിനെയും ബാക്കിയുള്ള ഹൗസസിനെയും ഈ ഒരു എൻറ്റയർ കിങ്സ് ലാൻഡിങ്ങിനെയും മൊത്തത്തിലുള്ള എല്ലാ കാര്യങ്ങളെയും ഒന്ന് പ്രോസ്പറസ് ആയിട്ട് കൊണ്ടുപോയത്. അദ്ദേഹത്തിൻ്റെ ഭരണകാലം എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എതിർക്കാനൊന്നും ഒരുപാട് ആൾക്കാരില്ലായിരുന്നു. എല്ലാവരും റെസ്പെക്ട് ചെയ്ത് കണ്ടൊരു രാജാവെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പം ഈ ഒരു ജെഹേറിസ് ടർഗറിൻ പ്രോസ്പറസ് ആയിട്ട് ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിനെ കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഒരു 7 കിങ്ഡംസിനെയും കൊണ്ടുപോകുന്നത് നമുക്ക് ആ ഒരു ഷോട്ടിനകത്തൂടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. കോയിനും കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫസ്റ്റ് സീസണിൻ്റെ ഏറ്റവും ആദ്യത്തെ ഷോട്ട് ഉണ്ടല്ലോ, നെക്സ്റ്റ് രാജാവിനെ നിർണ്ണയിക്കുന്ന വിസേറിസ് ടർഗറിനെ രാജാവായിട്ട് നിർണ്ണയിക്കുന്ന ആ ഒരു സംഭവമൊക്കെ നമുക്ക് നെക്സ്റ്റ് ഷോട്ടിനകത്തൂടെ കാണുവാൻ സാധിക്കുന്നു. ആൻഡ് ദെൻ നമുക്ക് ഈ ഒരു യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണക്കാരിയായിട്ടുള്ള ആലിസൺ ഹൈടവറിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഫൈനലി ബ്ലാക്സിൻ്റെയും ഗ്രീൻസിൻ്റെയും മെയിൻ ലീഡേഴ്സ് ആയിട്ടുള്ള 2 പേര്, അതായത് ഏഗോണിനെയും റെയ്നിയറേയും കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ വെച്ചിട്ടാണ് തീരുന്നത്. അതായത് 2 പ്രധാനപ്പെട്ട കണ്ണുകളെ കാണിച്ചുകൊണ്ടാണ് ഈ ഒരു ഇൻട്രോ തീം തീരുന്നത്. അതായത് അങ്ങ് വാലേരിയൻ ഫ്രീ ഹോൾഡിൻ്റെ തുടക്കം തുടങ്ങി ഈ ഒരു ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസിൽ വരെ എത്തി നിൽക്കുന്ന ഒരുപാട് കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന ഒരു ഗംഭീര മീനിങ് ഉള്ള ഇൻട്രോ. ഇതാണ് ഓപ്പണിംഗ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് തോന്നുന്നു. ഞാൻ 1 മിനിറ്റിൽ അല്ലെങ്കിൽ 1 മിനിറ്റിൻ്റെ വീഡിയോയിൽ പറഞ്ഞ കാര്യമാണ് ആക്ച്വലി ഇപ്പോൾ ഒരു 10 മിനിറ്റിൻ്റെ വീഡിയോയ്ക്കകത്തോടെ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കാര്യങ്ങളെടുത്ത് പറയുന്നത് എന്ന് ഓർക്കുക. സോ ഇത്രയും വലിയ മീനിങ് ഉള്ള ഒരു സംഭവമാണ് നമുക്ക് ഈ ഒരു ഇൻട്രോയ്ക്കകത്തോടെ അല്ലെങ്കിൽ ഈ ഓപ്പണിംഗ് ക്രെഡിറ്റ്സിനകത്തോടെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു സീസണിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് സ്റ്റാർക്സിനെ ഏറ്റവും തുടക്കം കാണിച്ചു എന്നുള്ളതാണ്. കാരണം വിൻ്റർഫെല്ലും സ്റ്റാർക്സും ആ ഒരു ബീജും ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഷോയോടൊരു വല്ലാത്ത കണക്ഷൻ തോന്നും. ഹൗസ് ഓഫ് ദ ഡ്രാഗൺ ചെയ്ത ഏറ്റവും നല്ല കാര്യങ്ങൾ ഒന്നായിരുന്നു വിൻ്റർഫെല്ലിനെ ഏറ്റവും തുടക്കം കാണിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആ ഒരു തുടക്കം തന്നെ കണക്ഷൻ കിട്ടി. നമുക്ക് ക്രീഗാൻ സ്റ്റാർക്കിനെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആ സമയത്ത് വിൻ്റർഫെല്ലിൻ്റെ ലോഡാണ് അദ്ദേഹം. ക്രീഗാൻ സ്റ്റാർക്കിനെ കൂടാണ്ട് ജെസേറിസ് വെലാരിയൻ അവിടെ വരുന്നുണ്ട്. അവരുടെ അലയൻസ് പറ്റിപ്പിടിക്കാൻ വേണ്ടിയാണ് ജെസേറിസ് അവിടെ വരുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു വാളിലേക്ക്, ഗ്രേറ്റ് വാളിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാളിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് വളരെ വ്യക്തമായിട്ട്
മനസ്സിലാവുന്നുണ്ട് ക്രീഗാൻ സ്റ്റാർക്കിന് വാളിനോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, നൈറ്റ്സ് വാച്ചിനോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന്. അതായത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആ ഒരു വാളിൽ വന്ന് നൈറ്റ്സ് വാച്ചിൻ്റെ കൂടെ നിൽക്കുക എന്നും വരാൻ പോകുന്ന യുദ്ധത്തിനെ തടയുക എന്നൊക്കെ ഉള്ളത്. അത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ, അതായത് ഒരുപാട് വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നെയാണ് ആക്ച്വലി ഈ ഒരു നൈറ്റ് കിങ് ഒക്കെ ആദ്യമായിട്ട് വന്നിട്ട് വലിയ യുദ്ധം നടന്ന ആ ഒരു വാളൊക്കെ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ടും ഇത്രയും വർഷങ്ങളായിട്ടും സ്റ്റാർക്സും നൈറ്റ്സ് വാച്ചും ഒക്കെ എത്ര ഗംഭീരമായിട്ടാണ് ആ ഒരു സംഭവത്തിനെ കണ്ടുപോകുന്നത്, അല്ലെങ്കിൽ എത്ര റെസ്പോൺസിബിൾ ആയിട്ടാണ് ആ ഒരു വാളിനെ കാണുന്നതെന്നൊക്കെ നമുക്ക് ഈ ഒരു ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ഡയലോഗ്സിലൂടെയും ഡീറ്റെയിലിങ്ങിലൂടെയും മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ജെസേറിസ് വെലാരിയോൺ ഈ ഒരു വിൻ്ററിനെ പറ്റിയും അതുപോലെ തന്നെ വരാൻ പോകുന്ന സംഭവത്തിനെ പറ്റിയൊക്കെ ഇങ്ങനെ കളിയാക്കി സംസാരിക്കുന്ന സമയത്ത്, അതായത് ഇതൊക്കെയല്ലേ തണുപ്പ്, ഇതിലും വലിയ തണുപ്പൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേനും ആ ഒരു വലിയ വിൻ്റർ വന്നു കഴിഞ്ഞാൽ എന്താവും, അല്ലെങ്കിൽ ആ ഒരു സംഭവം വന്നു കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ നമ്മുടെ ക്രീഗാൻ സ്റ്റാർക്ക് പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഡ്രാഗൺസ് ഈ ഒരു വാള് കടന്ന് പോവില്ല. അതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജെഹേറിസ് ടെർഗറിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ വിൻ്റർഫെൽ കാണാൻ വന്ന സമയത്ത് ജെഹേറിസിൻ്റെ ഭാര്യ തൻ്റെ ഡ്രാഗണെ കൂട്ടിക്കൊണ്ട് ഈ ഒരു വാളിനെ മണ്ട കൂടെ പറക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ ആക്ച്വലി ആ ഒരു ഡ്രാഗൺ ആ ഒരു വാള് കടന്ന് പോകുവാൻ തയ്യാറായില്ല. ജെഹേറിസ് ടെർഗറിൻ്റെ ഡ്രാഗണും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഡ്രാഗണും ആ ഒരു വാളിനപ്പുറത്തേക്ക് പോകുവാൻ തയ്യാറായില്ല. അവരൊന്ന് പേടിച്ചു പോയി. അപ്പോൾ ആ ഒരു വാളിനപ്പുറത്ത് എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ എത്രമാത്രം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്ന് അതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പോൾ അത്രയും ഡീറ്റെയിലിംഗ് ആയിട്ട് ബുക്കിനെ കണ്ടുപോകുന്ന ഒരു സംഭവം, അല്ലെങ്കിൽ ബുക്കിലെ കാര്യങ്ങൾ ഇവരിവിടെ എടുത്തു വെക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിനകത്ത് ഇവർ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരവും അവിടെ മനസ്സിലാവുന്നുണ്ട്. അതായത് നമ്മുടെ ഡനേറിസ് ടാർഗെറിയൻ്റെ ഡ്രാഗണൊക്കെ വളരെ കൂളായിട്ടാണ് ഈ ഒരു വാളും കടന്ന് പോകുന്നത്. അങ്ങനത്തെ കുറച്ച് മണ്ടത്തരങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതായത് 7th സീസണൊക്കെ എത്രമാത്രം വലിയ മണ്ടത്തരമാണ് നമ്മുടെ മുന്നിലേക്ക് എടുത്ത് കാണിച്ചു തന്നെയെന്ന് നമുക്ക് ഈ ഒരു സമയത്ത് മനസ്സിലാവും. അങ്ങനെ ചെറിയ ചെറിയ ഡീറ്റെയിലിങ്ങിൻ്റെ പ്രാധാന്യം നമുക്ക് ഇവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് ഈ ഒരു എപ്പിസോഡിനകത്ത് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാണ്ട് പോയ എന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളും, അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിനകത്ത് അവിടെ ഇവിടങ്ങളിലൊക്കെ ആയിട്ട് കണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളായിരിക്കും ഞാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും എടുത്തെടുത്ത് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ 2 മണിക്കൂറൊക്കെ നീണ്ടു. അപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ക്രീഗാൻ സ്റ്റാർക്ക് ആ ഒരു വരാൻ പോകുന്ന യുദ്ധത്തിനെ പറ്റിയൊക്കെ ഇപ്പോഴേ പറയുന്നുണ്ട്. അവരെത്രമാത്രം അതിനുവേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് നിൽക്കുവാണെന്ന് നമുക്കിപ്പോൾ തന്നെ മനസ്സിലാകും. വൈറ്റ് വോക്കേഴ്സിന് വേണ്ടി അവരെത്രത്തോളം പ്രിപ്പയർഡ് ആണെന്ന് നമുക്ക് ഈ ഒരു തുടക്കത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ദെൻ അദ്ദേഹം, അതായത് ക്രീഗാൻ സ്റ്റാർക്ക് നമ്മുടെ ജെസേറിസ് വെലാരിയോണോട് തൻ്റെ അലയൻസ് ആരുടെ കൂടെയാണെന്ന് പറയുന്നുണ്ട്. ഈ ഒരു അലയൻസ് ആരുടെ കൂടെയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ 4000 ആൾക്കാരെ ജെസേറിസിൻ്റെ കൂടെ വിടുവാനും അദ്ദേഹം തയ്യാറാവുന്നുണ്ട്. ആൻഡ് ജെസേറിസ് തിരിച്ച് ഡ്രാഗൺ സ്റ്റോണിലേക്ക് വരുന്ന വഴിക്ക് വെയിൽ ഓഫ് ഫയറിന് ചെന്ന് വെയിൽ ഓഫ് ഫയറിൻ്റെ അലയൻസും കിട്ടി, അവർക്ക് ഡ്രാഗൺ പ്രൊട്ടക്ഷൻ കിട്ടുവാണെങ്കിൽ തങ്ങളുടെ കൂടെ നിൽക്കാം എന്നുള്ള ആ ഒരു സംഭവവും അറിഞ്ഞു വരുന്നുണ്ട്. ഇത് ചെന്നിട്ട് തൻ്റെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം അമ്മയെ കാണുമ്പോൾ തന്നെ ലൂക്ക് മരിച്ച കാര്യമൊക്കെ ഓർത്ത് അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റെയ്നേറ ടാർഗെറിയൻ ഈ ഒരു തൻ്റെ മകനെ തപ്പി, അതായത് തൻ്റെ മകൻ മരിച്ചു എന്ന റാങ്കിൽ കൂടെ ആ ഒരു സ്ഥലത്തൂടെ ഇങ്ങനെ മൊത്തം കറങ്ങി തൻ്റെ ഡ്രാഗണിൻ്റെ മണ്ടയിലൂടെ തൻ്റെ മകൻ്റെ എന്തെങ്കിലുമൊക്കെ അവശിഷ്ടം കാണുവാൻ സാധിക്കുമോ എന്നൊക്കെ ഓർത്ത് പോകുന്ന സമയത്ത് ആ ഒരു അറാക്സ് എന്ന് പറയുന്ന ഡ്രാഗണിൻ്റെ ചിറക് കണ്ടുപിടിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ആ ഒരു ലൂക്കിൻ്റെ ഡ്രസ്സും റെയ്നേറയ്ക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ കാണുവാൻ സാധിക്കും. പക്ഷേ ആക്ച്വലി ബുക്കിലേക്ക് വരുമ്പോൾ, ഞാൻ ബുക്കിൻ്റെ കാര്യം കൂടെ ഇവിടെ ഒന്ന് കണക്ട് ചെയ്ത് പറയുന്നുണ്ട്. ബുക്കിലേക്ക് വരുമ്പോഴത്തേനൊരു തിയറി ഉണ്ട്. അതായത് നമ്മുടെ ലൂക്ക് എന്ന് പറയുന്ന ക്യാരക്ടർ സത്യത്തിൽ താഴോട്ട് വീണതിന് ശേഷം ഈ ഒരു ക്യാരക്ടറിൻ്റെ കംപ്ലീറ്റ് മെമ്മറി പോയിട്ട് ഒരു സാധാരണ ഫിഷർമാനായിട്ട് നമ്മുടെ ലൂക്ക് പിന്നീട് ജീവിച്ച് പോകുന്നു എന്നുള്ളൊരു കോൺസ്പിറസി ഈ ഒരു ബുക്കിനകത്ത് തന്നെ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കാരണം ഈ ഒരു ബുക്കിനകത്തെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു ഷോയിലെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് ഡിഫറൻ്റ് ആണ്. ബുക്കിലെ പോയിന്റ് ഓഫ് വ്യൂ ആൾക്കാരുടെ POV നിന്ന്, അല്ലെങ്കിൽ പല ആൾക്കാരുടെ പെർസ്പെക്റ്റീവിൽ നിന്നാണ് പറയുന്നത്. പക്ഷേ ഷോയിലേക്ക് വരുമ്പോഴത്തേനും റിയലി നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് ഷോയിലും ബുക്കിലും കാണുവാൻ സാധിക്കും. ഈ ഒരു സംഭവം പലയിടങ്ങളിലായിട്ടുണ്ട്. ക്ലൈമാക്സിൽ ബ്ലഡ് ആൻഡ് ചീസ് കൊല്ലാൻ പോകുന്ന സമയത്ത് പോലും നമുക്ക് ആ ഒരു POVയിലുള്ള ഡിഫറൻസ് വളരെ ഗംഭീരമായിട്ട് മനസ്സിലാകും. കാരണം പല ആളുകളും പറഞ്ഞറിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ബുക്കിലൂടെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ ബുക്കിലൂടെ നമ്മൾ വായിക്കുന്നത്. പക്ഷേ ഷോയിലേക്ക് വരുമ്പോഴത്തേനും ആ സംഭവങ്ങളൊക്കെ ആ ഒരു ചെയ്ത ആൾക്കാരുടെ കൂടെ തന്നെ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഡിഫറൻസ് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം എന്തൊക്കെയാണെങ്കിലും ആ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിലെ ദേഷ്യം കുറച്ചും കൂടെ, അല്ലെങ്കിൽ ആ ഒരു റേജ് കുറച്ചും കൂടെ കൂട്ടാൻ വേണ്ടി തൻ്റെ ഒരു മകൻ്റെ ഡ്രാഗണിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ റെയ്നറെ കണ്ടുപിടിച്ചത് കുറച്ചും കൂടെ ഗംഭീരമായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. ഈ ഒരു എപ്പിസോഡിനകത്ത് പിന്നെ ഒരുപാട് ചെറിയ സംഭവങ്ങൾ വന്നു പോകുന്നുണ്ട്. നിങ്ങൾ അത്ര പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത കുറേ പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട്. അതിലൊന്നാമത്തെ സംഭവമാണ് നമ്മുടെ സ്കോർപ്പിയൻ ബലിസ്റ്റ എന്ന് പറയുന്നത്. ഈ ഒരു സ്കോർപ്പിയൻ ബലിസ്റ്റ നമ്മൾ ഓൾറെഡി ഗെയിം ഓഫ് ത്രോൺസിലൂടെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ഡ്രാഗൺസിനെയൊക്കെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെയൊക്കെ കൊല്ലാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു സ്കോർപ്പിയോൺ എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം ഉപയോഗിച്ചുകൊണ്ട്
ഉപയോഗിച്ചുകൊണ്ട് ഡ്രാഗൺസിന് ഈസി ആയിട്ട് അറ്റാക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ മെക്കാനിസവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ഈ ഒരു എപ്പിസോഡ് അത്ര കണ്ടിട്ടുണ്ട്. സോ വരാൻ പോകുന്ന സീസൺസിൽ കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു വെപ്പണാണിത്. അപ്പോൾ എല്ലാവരും അതൊന്ന് മനസ്സിൽ വെച്ചേക്കുക. ആൻഡ് ദെൻ നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് ഹ്യൂ ഹാമർ. ഹ്യൂ ഹാമറിനെ വളരെ ഒരു ചുരുങ്ങിയ സീനിലൂടെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പം ഇദ്ദേഹത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷേ ഒരു വൈറ്റ് മുടിയുള്ള ഒരു ക്യാരക്ടർ, അതായത് ഹ്യൂ ഹാമർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നമ്മുടെ ഏഗോൺ ടർഗേറിനെ കാണാൻ വരുന്നത് നമ്മൾ ഈ ഒരു എപ്പിസോഡിനകത്ത് കണ്ടിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒരു ബ്ലാക്ക് സ്മിത്ത് ആണ്. അദ്ദേഹം വെപ്പൺസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ തങ്ങൾക്ക് വെപ്പൺസ് ഉണ്ടാക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് നമ്മുടെ ഏഗോൺ ടർഗേറിൻ്റെ അടുത്ത് ഇദ്ദേഹം വന്ന് പറയുന്നത്. അപ്പോൾ അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാന്നൊക്കെ നമ്മുടെ ഏഗോൺ ടർഗേറിനും പറയുന്നുണ്ട്. ഈ സമയത്ത് ഏഗോൺ ടർഗേറിന് എത്ര കെയർലെസ് ആണ്, ഒരു കിങ് ആയിട്ട് അദ്ദേഹം എത്ര കെയർലെസ് ആണെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വെലാരിയോൺസ് ആക്ച്വലി നമ്മുടെ എസ്സോസിൻ്റെയും വെസ്ട്രോസിൻ്റെയും ഇടയിലുള്ള ആ ഒരു ട്രേഡിങ് മൊത്തത്തിൽ ക്ലോസ് ചെയ്തേക്കാണ്. അതായത് കിങ്സ് ലാൻഡിങ്ങിൽ നിന്ന് എസ്സോസിലേക്കുള്ള ട്രേഡിങ്സും കാര്യങ്ങളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് ഇവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ട്രേഡിങ് നടത്തുവാൻ സാധിക്കുന്നില്ല. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കിങ്സ് ലാൻഡിങ് ഒരു പരിധി കഴിയുമ്പോഴത്തേനും ഭയങ്കര വലിയ പട്ടിണിയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മുടെ വെലാരിയോൺസ് അങ്ങനെ ഒരു സംഭവം അവിടെ ചെയ്തേക്കുന്നത്, അവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുകയാണ്. അപ്പോൾ അതിനെ വെലാരിയോൺസിനെ അപ്പോൾ വെലാരിയോൺസിനെ അറ്റാക്ക് ചെയ്താൽ മാത്രമേ ഈ ഒരു എസ്സോസിലേക്ക് പോയി ട്രേഡിങ് നടത്താൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടി അവർ അറ്റാക്ക് ചെയ്യും. അതായത് നമ്മുടെ ഡ്രാഗൺസിനെയും കൊണ്ട് അവിടെ പോയി അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നമ്മുടെ ഏഗോൺ ടർഗേറിനും അതുപോലെ തന്നെ നമ്മുടെ ഏമോണ്ട് ടർഗേറിനൊക്കെ സംസാരിക്കുന്നത് നമ്മൾ ഈ ഒരു എപ്പിസോഡിന് അതോടെ കണ്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു സംസാരത്തിനിടയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു രാജസദസ്സിലേക്ക് കയറി വരുന്നൊരു ക്യാരക്ടറാണ് ഹ്യൂ ഹാമർ. അപ്പോൾ ഈ ഒരു ഹ്യൂ ഹാമറിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു എപ്പിസോഡിനകത്ത് വന്നു പോകുന്നൊരു ഐറ്റം അല്ലത്. അങ്ങേരെ ഒന്ന് നോട്ടം ഇട്ട് വെച്ചോ എൻ്റെ പൊന്നു മക്കളെ, അങ്ങേര് വന്നിട്ടൊരു പൂന്ത് വിളയാട്ടം വിളയാട്ടും. അതൊരു ജാതി സാധനമാണ്. അപ്പോൾ ഒന്ന് നോട്ടം ഇട്ട് വെച്ചേക്കാം, അത്രേ ഉള്ളൂ. ഞാൻ കൂടുതലായിട്ട് സ്പോയിലറും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആൻഡ് ദെൻ ഈ ഒരു എപ്പിസോഡിനകത്ത് പല ആളുകളും കാണാണ്ട് പോയ ഒരു പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ ഹെലേന ടർഗേറിൻ്റെ വിഷൻ. ആ ഒരു ക്യാരക്ടറിന് ഈസി ആയിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരി ഇരിക്കുന്ന ഇരിപ്പിൽ ചില ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യും. ഈ ഒരു സംഭവം ടർഗേറിയൻസിനിടയിൽ ഇത് ആദ്യമായിട്ട് ഉണ്ടാകുന്നില്ല. ഡെയ്നിസ് ദ ഡ്രീമർ എന്ന് പറയുന്ന ക്യാരക്ടർ ഓൾറെഡി ഡൂം ഓഫ് വലേരി ഇതുപോലെ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ടർഗേറിയൻസ് എല്ലാം അവിടെ നിന്ന് മാറി ഡ്രാഗൺ സ്റ്റോണിലേക്ക് പോയത് ആൻഡ് അവർ ഡൂം ഓഫ് വലേരിയിൽ നിന്ന് സർവൈവ് ചെയ്തത്. ഇതുപോലെ തന്നെ ഈ ഒരു സെയിം അവസ്ഥയിൽ തന്നെയാണ് നമ്മുടെ ഹെലേന ടർഗേറിയൻ പല കാര്യങ്ങളെയും പ്രെഡിക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഏമോണ്ട് ടർഗേറിൻ്റെ കണ്ണ് പോകുന്നതും ഡാൻസ് ഓഫ് ദ ഡ്രാഗൺസ് ഉണ്ടാവാൻ പോകുന്നതൊക്കെ ഹെലേന ടർഗേറിയൻ ഇതിന് മുന്നേയും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏമോണ്ട് ടർഗേറിനെ രാജാവായിട്ട് അംഗീകരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന സമയത്ത് നമ്മുടെ റെയ്നിസ് ടർഗേറിൻ്റെ ഡ്രാഗൺ അതിൻ്റെ അടിയിൽ കാണുമെന്നും അല്ലെങ്കിൽ ഒരു ബീസ്റ്റ് അതിൻ്റെ അടിയിൽ ഒളിച്ചിരിപ്പുണ്ടെന്നും നമ്മുടെ ഹെലേന ടർഗേറിയൻ പറയുന്നുണ്ട്. അങ്ങനെ 3 വട്ടം ഈ ഒരു ക്യാരക്ടർ ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തതായിട്ട് നമുക്ക് ഫസ്റ്റ് സീസണിൽ കാണുവാൻ സാധിച്ചു. ആൻഡ് ഈ സീസണിലും ഫസ്റ്റ് എപ്പിസോഡിൽ ആ ഒരു ക്യാരക്ടർ നടക്കാൻ പോകുന്നൊരു ഫ്യൂച്ചർ പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. അതാണ് തൻ്റെ മകൻ്റെ മരണം. തൻ്റെ മകൾക്ക് റാറ്റ്സിനെ പേടിയാണെന്നുള്ള രീതിക്ക് ഒരു സിംബോളിക്കലായിട്ട് അല്ലെങ്കിൽ ഒരു മെറ്റഫോറിക്കലി ആ ഒരു ക്യാരക്ടർ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ആക്ച്വലി സിംബലൈസ് ചെയ്യുന്നത് തൻ്റെ മകൻ്റെ വരാൻ പോകുന്ന മരണത്തിനെ പറ്റിയാണ്. കാരണം ഈ ഒരു സംഭവം കാരണം തൻ്റെ മകനോ മകളോ മരിക്കും എന്നുള്ള രീതിക്ക് പുള്ളിക്കാരി പറയുമ്പോൾ തന്നെ എന്തൊരു വിയേഡായിട്ടുള്ള ഫീലിംഗ് നമുക്ക് അവിടെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കുന്ന രീതിക്കാണ് ആ ഒരു സീൻ അവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോഴത്തേനും മനസ്സിലാവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരി അവിടെയും പ്രെഡിക്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ക്യാരക്ടർ സിംബോളിക്കലി അല്ലെങ്കിൽ ഒരു മെറ്റഫോറിക്കലായിട്ടുള്ള രീതിക്ക് ഒരുപാട് കാര്യങ്ങളെ ഇങ്ങനെ മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. സോ ഹെലേന ടർഗേറിയൻ ഇവിടെയും ആ ഒരു കാര്യത്തിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വേൾഡിൽ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ് പോലത്തെ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ടെന്ന് നമുക്ക് വീണ്ടും ഒന്നും കൂടെ ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു സംഭവമാണത്. അതുപോലെ തന്നെ ഈ ഒരു എപ്പിസോഡിനകത്തൂടെ നമുക്ക് മനസ്സിലായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇപ്പോഴത്തെ ഗ്രീൻസിൻ്റെ രാജാവായിട്ടുള്ള ഏഗോൺ പുള്ളിക്കാരൻ എത്ര സിമ്പിളായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. കാരണം പുള്ളിക്കാരൻ്റെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ ഒറ്റയ്ക്ക് എടുക്കുവാൻ സാധിക്കില്ല എന്നുള്ളത് ഈ ഒരു എപ്പിസോഡിനകത്തൂടെ നമുക്ക് 100% കൺഫേം ആയിട്ടുണ്ട്. ഓട്ടോ ഹൈറ്റവർ പറയുന്ന കാര്യങ്ങളിലൂടെയാണ് ആക്ച്വലി ആ ഒരു ക്യാരക്ടർ കാര്യങ്ങളെ മുന്നോട്ട് നീക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം എന്തെങ്കിലും ഒരു തീരുമാനം സ്വന്തമായിട്ട് എടുത്താൽ തന്നെ അത് എത്രത്തോളം വലിയൊരു മണ്ടത്തരം ആയിരിക്കുമെന്നും നമുക്ക് ചിന്തിച്ച് നോക്കുവാൻ സാധിക്കും. അപ്പം ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഈ ഒരു ക്യാരക്ടർ എത്രമാത്രം കെയർലെസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ആ ഒരു സ്മാൾ കൗൺസിലിനിടയ്ക്ക് തന്നെ തൻ്റെ കുട്ടിയും കൂട്ടിക്കൊണ്ടുവന്ന് അവിടെ ഇരുത്തി ഉള്ള മഠതരങ്ങളും കാര്യങ്ങളൊക്കെ നോക്കിയും കണ്ടും ആ ഒരു സ്മാൾ കൗൺസിലിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും കേൾക്കാണ്ടിരിക്കുന്നതും ഈ ഒരു എപ്പിസോഡിനകത്തോടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഈ ഒരു ക്യാരക്ടറിന് ആക്ച്വലി ഒരു പ്രോപ്പറായിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ളൊരു കഴിവില്ല. അതായത് ഈസി ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറാണെന്ന് നമുക്ക് മനസ്സിലാവും. ഈ കാരണം കൊണ്ട് തന്നെയാണ് ലോർഡ് ലാരിസ് വന്നിട്ട് നൈസായിട്ട് നമ്മുടെ ഏഗോണിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതായത് അദ്ദേഹത്തിനോട് പറയുന്നുണ്ട് നമ്മുടെ ഓട്ടോ ഹൈറ്റവർ ഓൾറെഡി
2 രാജാക്കന്മാരുടെ ഹാൻഡായിട്ട് നിന്നിട്ടുണ്ട്. ഇപ്പം അദ്ദേഹത്തിന് മാറാനുള്ള സമയമായിട്ടുണ്ട്. കാരണം നമ്മുടെ ഏഗോൺ ഓട്ടോ ഹൈറ്റവറിനെ കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ്. ഈ ക്യാരക്ടർ എപ്പോഴും വന്ന് ഇങ്ങനെ തലയ്ക്ക് തൊന്തരവായിട്ട് നിൽക്കുന്നത് ഏഗോൺ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ലാരിസ് ആ ഒരു സംഭവം മനസ്സിലാക്കിക്കൊണ്ട്, അതായത് രാജ്യത്തുള്ള ആൾക്കാർ വന്ന് പ്രശ്നങ്ങൾ പറയുന്ന സമയത്ത് ഓട്ടോ ഹൈറ്റവർ എങ്ങനെയാണ് ഏഗോണിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്ന് ലാരിസ് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ലാരിസ് നമ്മുടെ ഏഗോണിനെ ഡയറക്റ്റ് ആയിട്ട് പോയി മാനിപ്പുലേറ്റ് ചെയ്ത് ഓട്ടോ ഹൈറ്റവറിനെ ഹാൻഡിൻ്റെ സ്ഥാനത്തുനിന്ന് മാറ്റാനുള്ള ഒരു ചെറിയ നീക്കം നടത്തിയത് നമുക്കവിടെ മനസ്സിലാവും. അതായത് ആ ഒരു ഹാൻഡിനെ തന്നെ മാറ്റാനുള്ള സമയം ആയില്ലേ എന്ന് ചോദിക്കുന്ന രീതിക്കുള്ള ഒരു സംഭവം നമുക്കവിടെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ രീതിക്കുള്ള ചെറിയ ചെറിയ മാനിപ്പുലേഷൻ പരിപാടീസും ഈ ഒരു എപ്പിസോഡിനകത്തൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. ഓരോ ക്യാരക്ടേഴ്സിൻ്റെ ഡെപ്തും ഏകദേശം എത്രത്തോളം ഉണ്ട്, ആ ഒരു ക്യാരക്ടേഴ്സ് എത്രമാത്രം കെയർലെസ് ആണ്, ക്ലെവറാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡിനകത്തൂടെ മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ ആലിസൺ ഹൈറ്റവറിൻ്റെ കാര്യം, ഈ ഒരു എപ്പിസോഡിനകത്ത് ഏറ്റവും വലിയൊരു സംഭവമാണ് ആലിസൺ ഹൈറ്റവറിൻ്റെ കാര്യം. കാരണം ആലിസൺ ഹൈറ്റവറും ക്രിസ്റ്റൻ കോളും കൂടെ കാണിച്ചു കൂട്ടുന്നത് എന്തൊക്കെയാണെന്ന് ദൈവം തമ്പുരാൻ പോലും പറഞ്ഞുകൂടാ. ആലിസൺ ഹൈറ്റവർ ആക്ച്വലി നമ്മുടെ റെയ്നേറ ടാർഗെറിയനോട് ക്രിസ്റ്റൻ കോളുമായിട്ടുള്ള റിലേഷനിൽ ഭയങ്കര ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ കാണിക്കുന്ന പരിപാടി എന്താണെന്ന് അറിഞ്ഞൂടാ. റെയ്നേറ ടാർഗെറിയൻ ഇട്ടിട്ട് പോകുന്ന ടോയ്സ് ഒക്കെ എടുത്ത് കളിക്കുക എന്നുള്ളതാണ് നമ്മുടെ ആലിസൺ ഹൈറ്റവറിൻ്റെ ജോലി എന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം കുഞ്ഞിനെ കൊന്നതിൻ്റെ ആ ഒരു അങ്കലാപ്പിൽ ഒരമ്മ മറ്റേ കൊച്ചിനെയും എടുത്തുകൊണ്ട് ഓടി രക്ഷപ്പെട്ട് തൻ്റെ അമ്മയുടെ റൂമിലേക്ക് വരുമ്പോഴത്തേനും തൻ്റെ അമ്മ അവിടുത്തെ ഒരു കിങ്സ് ഗാർഡിൻ്റെ കൂടെ നിന്നിട്ട് ഡിങ്കോൾഫിയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് ആ റൂമിലോട്ട് കയറി വരുന്ന ആ കൊച്ചിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ റൈറ്റേഴ്സ് എത്ര ഗംഭീരമായിട്ടാണ് സംഭവത്തിന് എഴുതി വെച്ചേക്കുന്നത് നമ്മളവിടെ കാണണം. അപ്പം മൊത്തത്തിൽ ഭയങ്കര തലപോഞ്ഞ് നിൽക്കുന്ന ഒരു ക്ലൈമാക്സ് ആയിരുന്നത്. അപ്പം ക്രിസ്റ്റൻ കോളും അതുപോലെ തന്നെ ആലിസൺ ഹൈറ്റവറിൻ്റെ ആ ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു എപ്പിസോഡിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് റെയ്നേറ ടാർഗെറിയനിൽ നിന്ന് ക്രിസ്റ്റൻ കോൾ എത്ര ഈസി ആയിട്ടാണ് ആലിസൻഡിലേക്ക് പോയത്, അതുപോലെ തന്നെ ആലിസൻഡിൻ്റെ ക്യാരക്ടർ തന്നെ മൊത്തത്തിൽ എങ്ങനെയാണ് മാറിയിരിക്കുന്നത്. അതായത് ക്യാരക്ടേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഒരു സിംഗിൾ എപ്പിസോഡിനകത്തൂടെ മനസ്സിലാവുന്നുണ്ട്. ആൻഡ് ദെൻ നമുക്ക് ഈ ഒരു എപ്പിസോഡിനകത്ത് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവമാണ് എ സൺ ഫോർ എ സൺ എന്ന് പറയുന്ന ബ്ലഡിൻ്റെയും ചീസിൻ്റെയും ആ ഒരു കൊലപാതകം. അപ്പം ഈ ഒരു കൊലപാതകത്തിൻ്റെ പിന്നിലും ഒരുപാട് സംഭവങ്ങളുണ്ട്. അതായത് ബുക്കിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു ഷോയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ബുക്കിൽ ഭയങ്കര വൾഗറായിട്ടുള്ള സംഭവമാണ്. അതായത് അതിനെപ്പറ്റി ഞാൻ പറയാം. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ബ്ലഡിലേക്കും ചീസിലേക്കും എത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് മിസാരിയിലൂടെയാണ് തുടങ്ങുന്നത്. നമ്മുടെ ഡേമോൺ ടാർഗെറിയൻ മിസാരി എന്ന് പറയുന്ന ക്യാരക്ടറിനെ ഒരു കപ്പലിൽ വെച്ച് കിട്ടുന്നുണ്ട്. മിസാരിയെ ഡ്രാഗൺ സ്റ്റോണിലേക്ക് കൊണ്ടുവന്ന് തടങ്കിൽ പാർപ്പിക്കുന്നു. ആ സമയത്ത് മിസാരിയോട് പുള്ളിക്കാരുടെ ഫ്രീഡത്തിന് പകരമായിട്ട് ഒരു ഹെൽപ്പ് ചോദിക്കുന്നു, അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കുന്നു. അതായത് ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിന് അടിയിലുള്ള അല്ലെങ്കിൽ ആ ഒരു റെഡ് കീപ്പിന് അടിയിലുള്ള എല്ലാ പാസേജസും അറിയാവുന്ന ഒരു വ്യക്തിയെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ കൊടുക്കുക. അപ്പം അങ്ങനെ ഒരു വ്യക്തിയെ നമ്മുടെ ഈ ഒരു ക്യാരക്ടർ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ മിസാരിയെ കൊടുക്കുന്നതാണ് ചീസ്. അപ്പം ചീസിന് ഒരുപാട് പൈസ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഡേമോൺ ടാർഗെറിയൻ ഒരു ഡിസ്ഗൈസിൽ അല്ലെങ്കിൽ ഒരു ക്ലോക്കൊക്കെ കെട്ടി ഈ ഒരു കിങ്സ് ലാൻഡിങ്ങിലേക്ക് വരുന്നത്. കിങ്സ് ലാൻഡിങ്ങിലേക്ക് ഈ ഒരു ചീസിനെ തപ്പി വരുന്ന സമയത്ത് തന്നെ നമുക്ക് വളരെ ഗംഭീരമായിട്ട് മനസ്സിലാകും അദ്ദേഹം ആ ഒരു സിറ്റി വാച്ചിൻ്റെ കമാൻഡറാണ്. അതായത് ഡേമോൺ ടാർഗെറിയൻ സിറ്റി വാച്ചിൻ്റെ കമാൻഡർ ആയിരുന്നു. അപ്പം അദ്ദേഹത്തിനോട് ഇപ്പോഴും കൂറുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ്, അദ്ദേഹത്തിനോട് ഇപ്പോഴും ഇഷ്ടമുള്ള ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് സിറ്റി വാച്ചിലെ ആൾക്കാരും അവിടെ ഉണ്ടെന്ന് കാണിച്ചു തരുന്ന ഒരു എക്സാമ്പിൾ ആയിരുന്നു ആ ഒരു ബ്ലഡ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പം ബ്ലഡ് ഡേമോണിന് വേണ്ടി ആ ഒരു കഥകം തുറന്നു കൊടുക്കുന്നുണ്ട്. ആ ഒരു ടാർഗെറിയൻസിനെ അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻസിനെ പോയി കൊല്ലാം എന്ന് വേൽക്കുന്നുണ്ട്. അപ്പം സിറ്റി വാച്ചിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു ആളാണ് ഈ ഒരു കൊലപാതകത്തിന് വേണ്ടി പോകുന്നത്. അപ്പം ചീസും ബ്ലഡും കൂടെ ചേർന്നുകൊണ്ട് ഈ ഒരു ടണൽസിനകത്തൂടെ പോകുന്ന ഒരു സംഭവം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പാസേജിനെ പറ്റിയാണ് ഞാൻ ഏറ്റവും തുടക്കത്തിൽ, അതായത് ഇൻട്രോയ്ക്കകത്തൂടെ പറഞ്ഞത്. ഈ ഒരു പാസേജ് ഒരുപാട് ആൾക്കാർക്കൊന്നും അറിയത്തില്ല, വളരെ ചുരുക്കം ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ചുരുക്കം അറിയാവുന്ന ആൾക്കാരിൽ ഒരാളാണ് നമ്മുടെ ചീസ് എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ചീസ് എന്ന് പറയുന്ന ക്യാരക്ടറും ബ്ലഡ് എന്ന് പറയുന്ന ക്യാരക്ടറും കൂടെ അങ്ങനെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഹെലന ടാർഗെറിയനെ കണ്ടുപിടിക്കുന്നുണ്ട്. എന്നിട്ട് ഹെലന ടാർഗെറിയൻ്റെ ആ ഒരു ആൺകുട്ടിയെ കൊന്നും കളയുന്നുണ്ട്. പക്ഷേ ബുക്കിലേക്ക് വരുമ്പോഴത്തേനും കാര്യങ്ങൾ ഇങ്ങനെയല്ല. ബുക്കിലേക്ക് വരുമ്പോഴത്തേനും ആക്ച്വലി ഈ ഒരു ആലിസൺ ഹൈറ്റവറിൻ്റെ റൂമിലേക്കാണ് നമ്മുടെ ബ്ലഡും ചീസും കൂടെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറുന്നത്. എന്നിട്ട് ആലിസൺ ഹൈറ്റവറിനെ കെട്ടിയിടും. ബുക്കിലൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഹെലന ടാർഗെറിയൻ്റെ മക്കൾ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആലിസൺ ഹൈറ്റവറിന് വന്നിട്ട് കിസ് കൊടുത്തിട്ടേ കിടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ കിസ് കൊടുക്കാൻ പോകുന്നതിന് മുന്നേ ഇവർ ഈ ഒരു റൂമിലേക്ക് വരും എന്നുള്ള ഉറപ്പുകൊണ്ടാണ് ബ്ലഡും ചീസും ആലിസൺ ഹൈറ്റവറിൻ്റെ റൂമിലേക്ക് വന്ന് ഇൻഫിൽട്രേറ്റ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഈ കുട്ടികളെയും കൂട്ടിക്കൊണ്ട് ഹെലന ടാർഗെറിയൻ വരുമ്പോഴത്തേനും അവരെ ചാടി പിടിച്ചിട്ട് ഈ ഹെലന ടാർഗെറിയൻ
ട്രഗറിൻ്റെ കൂടെ അന്ന് 3 കുട്ടികളുണ്ട്. അതായത് ബുക്കിൽ ആക്ച്വലി ഹെലേന ട്രഗറിന് 3 കുട്ടികളാണുള്ളത്. 6 വയസ്സുള്ള 2 കുട്ടികളും അതുപോലെ തന്നെ 2 വയസ്സുള്ള ഒരു കുഞ്ഞുകുട്ടി. അങ്ങനെ 3 കുട്ടികളാണ് ഈ ഒരു ഹെലേന ട്രഗറിന് ആ ഒരു ബുക്കിനകത്തുണ്ടായിരുന്നത്. പക്ഷേ ഷോയിലേക്ക് വരുമ്പോഴത്തേന് ആകെ 2 കുട്ടികളെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. എന്നിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ആ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, ഒരു ആൺകുട്ടിയുണ്ട്, 2 പെൺകുട്ടികളുണ്ട്. ഇളയവന് 2 വയസ്സേ ഉള്ളൂ, ഒരു പെൺകുട്ടിക്ക് 6 വയസ്സ്, മറ്റവനും 6 വയസ്സ്. ഇതിൽ ഈ പെൺകുട്ടിയെ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ആക്ച്വലി റേപ്പ് ചെയ്യും. എന്നിട്ട് ഹെലേനോട് പോയി ചോദിക്കും ആരെ കൊല്ലണമെന്ന്. അപ്പോൾ ഹെലേന കൈ ചൂണ്ടി കാണിക്കുന്നത് ഈ 2 വയസ്സുള്ള കുട്ടിയാണ്. അപ്പോൾ ഈ ഒരു 2 വയസ്സുള്ള കുട്ടിയെ കൊല്ലാണ്ട് ബ്ലഡ് പോയി കൊല്ലുന്നത് 6 വയസ്സുള്ള ജഹേർസിനെയാണ്. 6 വയസ്സുള്ള ജഹേർസ് ഈ ഒരു ഷോയ്ക്കകത്ത് കൊന്ന ആ ഒരു സെയിം ക്യാരക്ടറിനെ തന്നെയാണ് ഈ ഒരു ബ്ലഡ് കൊല്ലുന്നത്. പക്ഷേ ഈ ഒരു കുട്ടിയെ കൊല്ലുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്ന ക്യാരക്ടർ ആ 2 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് പോയി പറയുന്നുണ്ട് നിന്നെ കൊല്ലാനാണ് നിൻ്റെ അമ്മ ചൂസ് ചെയ്തതെന്ന്. എത്രയും വൾഗർ അല്ലെങ്കിൽ അത്രയ്ക്കും ഡാർക്കായിട്ടുള്ളൊരു സംഭവമാണ് ബുക്കിനകത്ത് നടക്കുന്നത്. പക്ഷേ ആ ഒരു സംഭവമല്ല ആക്ച്വലി ഈ ഒരു ഷോയിലേക്ക് വരുമ്പോഴത്തേന് അവർ കാണിച്ചിരിക്കുന്നത്. ഈ ഷോയിൽ പെർസ്പെക്റ്റീവും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡിഫറൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ടായിരിക്കാം മേ ബി ഇവർ ഇങ്ങനൊരു കാര്യം ചൂസ് ചെയ്തത്. പക്ഷേ ബുക്കിൽ ഭയങ്കര വൾഗറായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. അതായത് കയറി വന്നിട്ട് 6 വയസ്സുള്ള പെൺകൊച്ചിനെ റേപ്പും ചെയ്തിട്ട് ഒന്നും പോരാഞ്ഞിട്ട് അമ്മയെ കൊണ്ട് 2 വയസ്സുള്ള കുട്ടിയെ ചൂസ് ചെയ്യിപ്പിച്ചിട്ട് ആ കുട്ടിയെ കൊല്ലാണ്ട് മൂത്തവനെ കൊന്നിട്ട് ഇളയവനോട് വന്നിട്ട് പറയുകയാണ് നിന്നെ കൊല്ലാനാണ് നിൻ്റെ അമ്മ ചൂസ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ട് ആ കുട്ടി അതും വെച്ചുകൊണ്ടാണ് ജീവിതകാലം മൊത്തം ജീവിക്കുന്നത്. അത്രയ്ക്കും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ബുക്കിൽ നടന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. പക്ഷേ ഷോയിലേക്ക് വരുമ്പോഴത്തേനും ആക്ച്വലി നമ്മുടെ ഹെലേന ട്രഗർ മാത്രമാണ് അവിടെ ഉള്ളത്. ഹെലേന ട്രഗറിന് 2 കുട്ടികളാണുള്ളത്. ആൻഡ് ദെൻ ഹെലേന അവിടെ നിന്ന് രക്ഷപ്പെട്ട് ആലിസിൻ്റെ റൂമിലേക്ക് പോകുന്നു. അപ്പം ബുക്കിൽ നിന്ന് എത്രമാത്രം ഡിഫറൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്നും നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് ഇവിടെ പെർസ്പെക്റ്റീവാണ്, ബുക്കിലെ പെർസ്പെക്റ്റീവും ഷോയുടെ പെർസ്പെക്റ്റീവും ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഷോയിൽ ക്യാരക്ടേഴ്സിൻ്റെ ഒരുപാട് പെർസ്പെക്റ്റീവ്സ് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ബുക്കിൽ മഷ്റൂം പോലുള്ള ചില ആൾക്കാരുടെ പെർസ്പെക്റ്റീവ്സിലൂടെയാണ് ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്നു പോകുന്നത്. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇത്രയും സംഭവങ്ങളാണ് ആക്ച്വലി ഈ ഒരു എപ്പിസോഡിനകത്തൂടെ നമുക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. ഇതിലും ഒരുപാട് കാര്യങ്ങൾ എപ്പിസോഡിനകത്ത് നടന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പ്രധാനമായിട്ടും എനിക്ക് ആദ്യത്തെ ഒറ്റ തവണ കണ്ടപ്പോഴത്തേനും മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. അപ്പം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു ആദ്യത്തെ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ട് ഈ ഒരു എപ്പിസോഡിനകത്ത് കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെറുതായിട്ട് ഡൗട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, അതിനുള്ള റിപ്ലൈ ഇട്ടേക്കാം. സോ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.